സൂഫി വനിതയായിരുന്ന മഹദിയായ റാബിയത്തുൽ അദബിയ ഒരിക്കൽ ബാഗ്ദാദിലെ ഗ്രാമവീഥിയിലൂടെ നടന്നുകൊണ്ട് ഇരിക്കുമ്പോൾ തൊട്ടടുത്ത മതപഠന കലാലയത്തിൽ നിന്നും അവിടുത്തെ ഉസ്താദ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മഹദി അവർകൾ കേൾക്കുകയാണ്. എന്താണെന്നല്ലേ, കുട്ടികളെ, നിങ്ങൾ ദൈവത്തിൻ്റെ കവാടം നിരന്തരമായി കൊട്ടിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതുവരെ കരുണാവാരിധിയും സ്നേഹനിധിയും സർവവ്യാപിയുമായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ പ്രണയനിയായ സൂഫി കവയത്രിയായ മഹദിയായ റാബിയത്തുൽ അദബിയ ഇത് കേൾക്കുകയും ആ മതപഠന കലാലയത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടുത്തെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ ഇതൊന്ന് കുട്ടികൾക്ക് തിരുത്തി കൊടുക്കണം. ദൈവത്തിൻ്റെ കവാടം ഒരിക്കലും അടയ്ക്കപ്പെട്ടതല്ല. എല്ലാ സൃഷ്ടികൾക്ക് മുന്നിലും ആ കാരുണ്യത്തിൻ്റെ കവാടം നിരന്തരമായി ഏത് സന്ദർഭത്തിലും കയറി ചെല്ലാൻ വേണം തുറന്നിട്ടിരിക്കുകയാണ്. ദൈവത്തിന് പ്രത്യേകം കവാടങ്ങളോ മതിൽക്കെട്ടുകളോ ഇല്ലെന്ന് സാരം. ദൈവം സർവ്വ സൃഷ്ടികളുടെയും നന്മയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അവർക്ക് എപ്പോഴും ഗുണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്നേഹവും കൃപയും കാരുണ്യവും നിരന്തരമായി സൃഷ്ടികളുടെ മേൽ സൃഷ്ടാവിങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മതഭക്തിയും അനുസരണയുമാണ് സൃഷ്ടികളുടെയും സൃഷ്ടാവിൻ്റെയും സ്നേഹം പിടിച്ചു പറ്റുന്നതിൻ്റെ ഏകമാർഗം.